ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ദിവ്യ. ഞാനിവിടെ ബുക്ക് റിവ്യൂസ് ആണ് ചെയ്യുന്നത്. നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പ് ആയിരിക്കില്ല. ഞാൻ പുതിയൊരു സ്ഥലത്തേക്ക് മാറിയതാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. മേ ബി ഒരു 2-3 വീഡിയോസിലൊക്കെ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ അത് എക്സ്ക്യൂസ് ചെയ്യുക. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന പുസ്തകം ശാലിനിയുടെ അഞ്ജലി ഓൺ എയർ എന്ന് പറയുന്ന പുസ്തകമാണ്. ഒരു ചെറിയ നോവലാണ്. 152 പേജുള്ള മനോരമ ബുക്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു നോവലാണ്. പുസ്തകത്തിൻ്റെ ഒരു വൺ ലൈൻ എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ കഥയാണ്. ഒരു പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ ജീവിതവും അവളുടെ പാസ്റ്റ് ലൈഫും തീരെ റൊമാൻറ്റിസൈസ്ഡ് ഒന്നും അല്ലാതെ വളരെ എന്താ പറയുക, വളരെ ജനറലായിട്ട് റോ ആയിട്ട് പറയുന്നൊരു രീതിയാണ്. പുസ്തകത്തിൻ്റെ ഒരു തുടക്കത്തിലും കവറിലുള്ളൊരു കോട്ട് എന്ന് പറയുന്നത് സംടൈംസ് വി മീറ്റ് ദ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റോങ് ടൈം എന്നാണ്. അതിൽ തന്നെയാണ് പുസ്തകത്തിൻ്റെ ഒരു എൻ്റയർ തീം ഇരിക്കുന്നത്. അപ്പോൾ വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കഥയാണ്. നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് വായിച്ചാൽ ഉറപ്പായും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള, എന്നാൽ കുറച്ച് അധികം വായിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കൊരു ഇൻ്റർമീഡിയറ്റ് റീഡിങ്ങിൻ്റെ സുഖമൊക്കെ തരുന്ന, പെട്ടെന്ന് വായിച്ചു തീരുന്ന, വളരെ ലളിതമായ ഭാഷയിൽ എന്നാൽ വളരെ അടക്കത്തോടെയും ഒതുക്കത്തോടെയും ഒരു 152 പേജിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഒരു നോവലാണ് അഞ്ജലി ഓൺ എയർ. ബിഗിനർ ഫ്രണ്ട്ലി ആണ്. പിന്നെ ഈ പറയുന്ന പോലെ ഒരു എന്താ പറയുക, ഒരു ഗ്രേ ഷെയ്ഡാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു ക്യാരക്ടറും ടൂ മച്ച് നല്ലത് ടൂ മച്ച് മോശം എന്നൊന്നുമില്ല. സാധാരണ നമ്മളെ ചുറ്റും കാണുന്ന മനുഷ്യരെ പോലെയൊക്കെ തന്നെയുള്ള ക്യാരക്ടേഴ്സാണ് പുസ്തകത്തിലുള്ളത്. അതുതന്നെയാണെന്ന് തോന്നുന്നു എനിക്ക് മറ്റ് വായനകളിൽ നിന്ന് ഈ പുസ്തകത്തിനൊരു പ്രത്യേകതയായിട്ട് തോന്നിയതും. റീഡേഴ്സ് പെർസ്പെക്റ്റീവിൽ പറയാനാണെങ്കിൽ ഇൻ ഷോർട്ട് നോട്ട് ഇത് ബിഗിനർ ഫ്രണ്ട്ലി ആണ്, ഈസി റീഡാണ്, എക്കണോമിക്കലാണ്. നിങ്ങൾ വായിച്ച് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഇതൊരു നല്ല ചോയ്സ് ഓഫ് റീഡ് ആയിരിക്കും. റൈറ്റേഴ്സ് പെർസ്പെക്റ്റീവിൽ പറയാനാണെങ്കിൽ ലളിതമായിട്ടുള്ളൊരു കഥ, അല്ലെങ്കിൽ ഒരുപാട് ടൂ മച്ച് ഒരു എഫേർട്ടൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് കുറച്ചൊരു സ്വാഭാവികമായിട്ടുള്ള കഥ നമ്മളുടെ ചുറ്റുപാടുകളിൽ നിന്ന് എങ്ങനെ ഭംഗിയായിട്ട് എഴുതി വെക്കാം എന്നൊരു കൺഫ്യൂഷൻ ലെവലിൽ ഇരിക്കുകയാണെങ്കിൽ റെഫർ ചെയ്യാൻ പറ്റിയൊരു പുസ്തകം കൂടിയാണ്. അപ്പോൾ അത്രയൊക്കെയാണ് ഈ പുസ്തകത്തെക്കുറിച്ച് പറയാനുള്ളത്. വേറൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.